ഗലാത്തിയർ ലേഖനം ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഗലാത്തിയർ ലേഖനം എഴുതിയത് ആരാണ്? ഉത്തരം അപ്പോസ്തലൻ പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഗലാത്തിയർ ലേഖനം എഴുതപ്പെട്ടത് ആരെ ലക്ഷ്യമാക്കിയാണ്? ഉത്തരം ഗലാത്തിയയിലെ സഭകൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഗലാത്തിയർ ലേഖനം പുതിയ നിയമത്തിലെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം പൗലോസിൻ്റെ ലേഖനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഗലാത്തിയർ ലേഖനത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഉത്തരം 6 അധ്യായങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഗലാത്തിയർ ലേഖനത്തിൻ്റെ പ്രധാന വിഷയം എന്താണ്? ഉത്തരം വിശ്വാസത്താലുള്ള നീതീകരണവും ക്രിസ്തീയ സ്വാതന്ത്ര്യവും. ക്വസ്റ്റ്യൻ നമ്പർ 6. ഗലാത്തിയർ ലേഖനം എഴുതാൻ പ്രധാന കാരണം എന്തായിരുന്നു? ഉത്തരം യഹൂദ നിയമങ്ങൾ പാലിക്കാതെ രക്ഷ ലഭിക്കില്ലെന്ന് പഠിപ്പിച്ചവരുടെ തെറ്റായ ഉപദേശങ്ങളെ എതിർക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഗലാത്തിയർ ലേഖനത്തിൽ പൗലോസ് ഏത് സുവിശേഷത്തെ പ്രതിരോധിക്കുന്നു? ഉത്തരം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സുവിശേഷത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഗലാത്തിയർ ലേഖനത്തിൻ്റെ മുഖ്യ സന്ദേശം എന്താണ്? ഉത്തരം മനുഷ്യൻ നിയമപ്രവർത്തികളാൽ അല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9. ഗലാത്തിയർ ലേഖനത്തിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്തിൽ നിന്നുള്ള മോചനമാണ്? ഉത്തരം പാപത്തിൽ നിന്നും നിയമത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുമുള്ള മോചനം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഗലാത്തിയർ ലേഖനത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഏത് അധ്യായത്തിലാണ്? അധ്യായം 5. ക്വസ്റ്റ്യൻ നമ്പർ 11. ഗലാത്തിയർ ലേഖനത്തിൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളും ആത്മാവിൻ്റെ ഫലങ്ങളും താരതമ്യം ചെയ്യുന്നത് ഏത് അധ്യായത്തിലാണ്? ഉത്തരം അധ്യായം 5. ക്വസ്റ്റ്യൻ നമ്പർ 12. ഗലാത്തിയർ ലേഖനത്തിൻ്റെ മുഖ്യ വാക്യമായി പൊതുവെ കണക്കാക്കുന്നത് ഏതാണ്? ഉത്തരം ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഗലാത്തിയർ ലേഖനത്തിൽ പൗലോസ് തൻ്റെ അപ്പസ്തോലിക അധികാരം പ്രതിരോധിക്കുന്ന ഭാഗം ഏതാണ്? അധ്യായം 1, 2. ക്വസ്റ്റ്യൻ നമ്പർ 14. ഗലാത്തിയർ ലേഖനത്തിൽ അബ്രാഹത്തെ ഉദാഹരണമായി ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഉത്തരം വിശ്വാസത്താൽ നീതീകരണം വിശദീകരിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഗലാത്തിയർ ലേഖനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉത്തരം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്വാതന്ത്ര്യത്തിലും ഉറച്ചു നിൽക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16. ഗലാത്തിയർ ലേഖനം എഴുതിയത് ആര്? ഉത്തരം പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഗലാത്തിയർ ലേഖനം ആരെ ലക്ഷ്യമാക്കിയാണ് എഴുതിയത്? ഉത്തരം ഗലാത്തിയയിലെ സഭകൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 18. ഗലാത്തിയർ ലേഖനത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 6. ക്വസ്റ്റ്യൻ നമ്പർ 19. ഗലാത്തിയർ ലേഖനം പുതിയ നിയമത്തിലെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പൗലോസിൻ്റെ ലേഖനങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 20. ഗലാത്തിയർ ലേഖനത്തിൻ്റെ പ്രധാന വിഷയം എന്താണ്? വിശ്വാസത്താലുള്ള നീതീകരണം. ക്വസ്റ്റ്യൻ നമ്പർ 21. പൗലോസ് അപ്പോസ്തലനായത് ആരാൽ? ഉത്തരം യേശുക്രിസ്തുവിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 22. ഗലാത്തിയർ ലേഖനത്തിലെ ആദ്യ അധ്യായത്തിൻ്റെ പ്രധാന വിഷയം എന്ത്? ഉത്തരം യഥാർത്ഥ സുവിശേഷത്തിൻ്റെ പ്രതിരോധം. ക്വസ്റ്റ്യൻ നമ്പർ 23. മറ്റൊരു സുവിശേഷമില്ല എന്ന് പറഞ്ഞത് ആര്? ഉത്തരം പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 24. പൗലോസ് മുമ്പ് ഏത് മതത്തെ പിന്തുടർന്നു? ഉത്തരം യഹൂദ മതം. ക്വസ്റ്റ്യൻ നമ്പർ 25. പൗലോസിൻ്റെ മാനസാന്തരത്തിന് കാരണം ആര്? ഉത്തരം യേശു ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 26. പൗലോസ് അറബിയയിലേക്ക് പോയതായി പറയുന്നത് ഏത് അധ്യായത്തിൽ? ഉത്തരം 1-ാം അധ്യായത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 27. പൗലോസ് ജെറുസലേമിൽ ആദ്യം കണ്ട അപ്പസ്തോലൻ ആര്? ഉത്തരം പത്രോസ്. ക്വസ്റ്റ്യൻ നമ്പർ 28. ഗലാത്യർ 2-ൽ പൗലോസ് ആരെ പരസ്യമായി എതിർത്തു? ഉത്തരം പത്രോസിനെ. ക്വസ്റ്റ്യൻ നമ്പർ 29. മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് എന്തിനാൽ? ഉത്തരം വിശ്വാസത്താൽ. ക്വസ്റ്റ്യൻ നമ്പർ 30. നിയമപ്രവൃത്തികളിൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ഏത് അധ്യായത്തിൽ? ഉത്തരം 2-ാം അധ്യായത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന വചനം എവിടെയാണ്? ഉത്തരം ഗലാത്യർ 2:20. ക്വസ്റ്റ്യൻ നമ്പർ 32. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എന്തിനാൽ? ഉത്തരം വിശ്വാസത്താൽ. ക്വസ്റ്റ്യൻ നമ്പർ 33. വിശ്വാസമുള്ളവർ ആരുടെ സന്തതികളാണ്? ഉത്തരം അബ്രാഹത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 34. നിയമം നൽകിയതുവരെ എത്ര വർഷം കഴിഞ്ഞിരുന്നു? ഉത്തരം 430 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 35. ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് ആര്? ഉത്തരം ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 36. നിയമം നമ്മുടെ എന്തായിരുന്നു? ഉത്തരം ശിഷ്യകൻ. ക്വസ്റ്റ്യൻ നമ്പർ 37. ക്രിസ്തുവിൽ എല്ലാവരും എന്താണ്? ഉത്തരം ദൈവമക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 38. യഹൂദനോ ഗ്രീക്കനോ ഇല്ല എന്ന് പറയുന്നത് ഏത് അധ്യായത്തിൽ? ഉത്തരം 3-ാം അധ്യായത്തിൽ.
ക്വസ്റ്റ്യൻ നമ്പർ 39. ആബാ പിതാവേ എന്ന് വിളിക്കുന്നത് ആര്? ഉത്തരം പരിശുദ്ധാത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 40. പൗലോസ് ഗലാത്യരെ എന്തെന്ന് വിളിച്ചു? ഉത്തരം വിവേകശൂന്യരായ ഗലാത്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 41. ഹാഗാർ പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെ? ഉത്തരം പഴയ നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 42. സാറ പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെ? ഉത്തരം പുതിയ നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 43. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത് എന്തിനു വേണ്ടി? ഉത്തരം സ്വാതന്ത്ര്യത്തിനു വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 44. ഗലാത്യർ 5:1 മുഖ്യ വാക്ക് എന്താണ്? ഉത്തരം സ്വാതന്ത്ര്യം. ക്വസ്റ്റ്യൻ നമ്പർ 45. ശരീരത്തിൻ്റെ പ്രവൃത്തികൾ ഏത് അധ്യായത്തിലാണ്? ഉത്തരം 5-ാം അധ്യായത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 46. ആത്മാവിൻ്റെ ഫലങ്ങൾ ഏത് അധ്യായത്തിലാണ്? ഉത്തരം 5-ാം അധ്യായത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 47. ആത്മാവിൻ്റെ ആദ്യ ഫലം എന്താണ്? ഉത്തരം സ്നേഹം. ക്വസ്റ്റ്യൻ നമ്പർ 48. ആത്മാവിൻ്റെ 2-ാം ഫലം? ഉത്തരം സന്തോഷം. ക്വസ്റ്റ്യൻ നമ്പർ 49. ആത്മാവിൻ്റെ 3-ാം ഫലം? ഉത്തരം സമാധാനം. ക്വസ്റ്റ്യൻ നമ്പർ 50. ആത്മാവിൻ്റെ ഫലങ്ങൾ ആകെ എത്ര? 9. ക്വസ്റ്റ്യൻ നമ്പർ 51. ശരീരത്തിൻ്റെ പ്രവൃത്തികളിൽ ഒന്നാണ് ഡാഷ്. ഉത്തരം വ്യഭിചാരം. ക്വസ്റ്റ്യൻ നമ്പർ 52. അസൂയ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ശരീരത്തിൻ്റെ പ്രവൃത്തി. ക്വസ്റ്റ്യൻ നമ്പർ 53. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എന്തിൽ നിന്ന് സ്വതന്ത്രരാണ്? ഉത്തരം നിയമത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 54. മറ്റൊരാളുടെ ഭാരം വഹിക്കുവിൻ എന്ന് പറയുന്നത് ഏത് അധ്യായത്തിൽ? ഉത്തരം 6-ാം അധ്യായത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 55. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെയാണോ കൊയ്യുന്നത്? അതെ. ക്വസ്റ്റ്യൻ നമ്പർ 56. നന്മ ചെയ്യുന്നതിൽ തളരരുത് എന്ന് പറയുന്നത് ഏത് അധ്യായത്തിൽ? ഉത്തരം 6-ാം അധ്യായത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. പൗലോസ് ലേഖനത്തിൻ്റെ അവസാനം ഏത് ചിഹ്നത്തെക്കുറിച്ച് പറയുന്നു? ഉത്തരം ക്രൂശ്. ക്വസ്റ്റ്യൻ നമ്പർ 58. ലോകം എനിക്ക് എന്താണ്? ഉത്തരം ക്രൂശിക്കപ്പെട്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 59. എനിക്ക് ലോകത്തിനും ഇടയിലെ ബന്ധം എന്ത്? ഉത്തരം ക്രൂശിക്കപ്പെട്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 60. പുതിയ സൃഷ്ടി എന്തിൽ ലഭിക്കുന്നു? ഉത്തരം ക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 61. ഗലാത്യ ലേഖനത്തിലെ പ്രധാന വ്യക്തി ആര്? ഉത്തരം പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 62. ഗലാത്യ ലേഖനത്തിൻ്റെ പ്രധാന പഠനം? ഉത്തരം വിശ്വാസത്താലുള്ള നീതീകരണം. ക്വസ്റ്റ്യൻ നമ്പർ 63. ഗലാത്യ ലേഖനത്തിൻ്റെ പ്രധാന സന്ദേശം? ഉത്തരം ക്രിസ്തീയ സ്വാതന്ത്ര്യം. ക്വസ്റ്റ്യൻ നമ്പർ 64. ആത്മാവിൻ്റെ ഫലങ്ങൾ ആരംഭിക്കുന്നത് ഏത് വാക്കിലൂടെയാണ്? ഉത്തരം സ്നേഹം. ക്വസ്റ്റ്യൻ നമ്പർ 65. ഗലാത്യ ലേഖനം അവസാനിക്കുന്നത് ഏത് ആശംസയോടെയാണ്? ഉത്തരം കർത്താവിൻ്റെ കൃപ. ലോഗോസ് ക്വിസിൽ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഗലാത്യ 2:20. അടുത്തത് ഗലാത്യ 3:28. മൂന്നാമത്തത് ഗലാത്യർ 5:1. നാലാമത്തത് ഗലാത്യർ 5:22-23. അടുത്തത് ഗലാത്യർ 6:7-9.